ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പലപ്പോഴും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു വിമർശനമാണ്, ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ വിശപ്പ് മാറുമോ, പണം കിട്ടുമോ? ഇങ്ങനെ ഒരു ചോദ്യം പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് കർമ്മയോഗയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് വെറുതെ ഒന്നും ചെയ്യാതെ സന്യസിക്കാൻ പോയാൽ അത് കീർത്തി ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നിന്നെ ആളുകൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും. വെറുതെ ഇരുന്ന് നാമം ജപിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നീ നിന്റെ ജോലി ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. അർജുനനോട് മാത്രമല്ല, നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ അതുതന്നെയാണ് പറയുന്നത്. നമേ പാർത്ഥസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമ വാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗയിലെ 22-ാമത്തെ ശ്ലോകമാണിത്. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? അല്ലയോ പാർത്ഥ, എനിക്ക് കർത്തവ്യമായി ഈ 3 ലോകത്തിലും ഒന്നുമില്ല. അപ്രാപ്യമായ ഒന്നിനെയും പ്രാപിക്കേണ്ടതായിട്ടും ഇല്ല. എന്നാലും ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ എന്താണ് പറയുന്നത്? അതായത് ഭഗവാന് ഈ 3 ലോകത്തിലും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു കർത്തവ്യവുമില്ല. തന്നെയുമല്ല, ഭഗവാന് ഇനിയൊന്നും നേടേണ്ടതായിട്ടുമില്ല. എങ്കിലും ഭഗവാൻ കർമ്മരംഗത്തു തന്നെ കഴിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഞാൻ 55 വയസ്സ് വരെ ജോലി ചെയ്തു, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കല്യാണം കഴിപ്പിച്ചയച്ചു, അവർക്കൊക്കെ ജോലിയായി, കൊച്ചുമക്കളായി, ഇനി എനിക്കൊരു ജോലിയുമില്ല, ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നേരം കളയുന്നു. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, ഇനി കുറച്ചു കാലം ഞാൻ വിശ്രമിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് അവർ വെറുതെ ഇരുന്ന് ഒരു പണിയും എടുക്കാതെ കുറേ സമയം ഉറങ്ങി, കുറേ സമയം വർത്തമാനം പറഞ്ഞ് ഒക്കെ ഇരുന്ന് വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിച്ച് രോഗമുണ്ടാക്കി വെക്കും. അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഈ 3 ലോകത്തിലും ഭഗവാന് അസാധ്യമായ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ വെറുതെ ഇരുന്നാൽ മതി, എല്ലാം മറ്റുള്ളവർ ചെയ്തുകൊണ്ട് കൊടുക്കും. തന്നെയുമല്ല, ഭഗവാൻ എന്തിൻ്റെ ആവശ്യമാണുള്ളത്? എന്തെങ്കിലും പ്രത്യേകിച്ച് നേടേണ്ടതായിട്ടുണ്ടോ? നമുക്കൊക്കെ ആണെങ്കിൽ ജോലി ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഭഗവാൻ അങ്ങനെ വല്ല കാര്യവുമുണ്ടോ? എന്നിട്ടും ഒരു നിമിഷം പോലും ഭഗവാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല. ഒന്നും നേടണ്ട, എങ്കിലും ഭഗവാൻ എപ്പോഴും കർമ്മരംഗത്തിൽ തന്നെ കഴിച്ചു കൂട്ടുന്നു. അതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ടുള്ളത്? വെറുതെ ഇരുന്ന് സമയം കളയരുത് ആരും. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൃത്യമായി അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്രേഷ്ഠതയുണ്ടാകും, ശ്രേയസ്സുണ്ടാകും. അല്ലാതെ അലസമായി തൻ്റെ കർത്തവ്യങ്ങളെല്ലാം മറന്ന് വെറുതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. ഒരു ഗുരു മറ്റുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ഗുരു ആദ്യം അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. കൃഷ്ണൻ അത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ
അർജുനന് അത് ബോധ്യപ്പെടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാഭാരത യുദ്ധസമയത്ത് അർജുനൻ്റെ തേരാളിയായിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണൻ. അർജുനൻ പറയുന്ന സ്ഥലത്തേക്ക് തേരോടിക്കും. തേരിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാക്കി കൊടുക്കും. അർജുനന് യുദ്ധസമയത്ത് എന്തെങ്കിലും ആപത്തുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ യുദ്ധരംഗത്തു നിന്നും തേര് മാറ്റിക്കൊണ്ടു പോകും. അങ്ങനെ 24 മണിക്കൂറും ഭഗവാൻ ആ യുദ്ധത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭഗവാന് രാജധാനിയുണ്ട്, ദ്വാരക. ഭഗവാൻ അവിടെ സുഖമായി ജീവിച്ചാൽ പോരെ? അർജുനൻ്റെയും അതായത് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഇടയ്ക്ക് കിടന്ന് ആവശ്യമില്ലാത്ത ഈ യുദ്ധത്തിനൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരെ? എന്നിട്ടും അതൊന്നും ആലോചിക്കാതെ വന്നിരിക്കുകയാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതിനായിട്ട്. അർജുനൻ്റെ തേരാളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്താണ്? കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യം. ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമില്ലെങ്കിൽ പോലും ഭഗവാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥിതപ്രജ്ഞനാണ് കൃഷ്ണൻ. എങ്കിലും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി കർമ്മബഹുലമായ തൻ്റെ ജീവിതം നയിക്കുകയാണ് അവതാര പുരുഷനായ കൃഷ്ണൻ. അർജുനൻ കൃഷ്ണൻ്റെ സുഹൃത്താണ്. പക്ഷേ ഇപ്പോഴും കൃഷ്ണനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് അർജുനന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് തൽക്കാലം അർജുനൻ്റെ ഗുരുസ്ഥാനം കൃഷ്ണൻ അലങ്കരിച്ചിരിക്കുന്നത്. അർജുനൻ പറഞ്ഞിട്ടു തന്നെയാണ് കൃഷ്ണൻ ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഗീത അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരു അത് ചെയ്തു കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ശിഷ്യന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തനിക്കൊന്നും ചെയ്യുവാനോ നേടുവാനോ ഇല്ലെങ്കിലും താൻ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നത് ലോകത്തിന് ധർമ്മമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ലോകത്തിന് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമാണ്. അല്ലാതെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ടല്ല. ലോകത്തിന് വേണ്ടി നിരന്തരം താൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. തനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടേണ്ടതായിട്ടില്ല, എങ്കിലും താൻ ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് അർജുനന് ചെയ്തുകൂടാ, നമുക്കോരോരുത്തർക്കും ചെയ്തുകൂടാ എന്ന് ഭഗവാൻ ചോദിക്കുന്നു. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. പലപ്പോഴും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ വെറുതെ ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളിൽ പോയിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ നാമജപത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. വ്യാധഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. ആ ഗീത ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാധവത്തിൻ്റെ കൂടെ നിരന്തരം ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ തന്നെ വ്യാധഗീത അറിയാൻ സാധിക്കും. ആ ഗീതയിൽ വളരെ കൃത്യമായി കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ജോലി ചെയ്തിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ജോലി ചെയ്യാതെ വെറുതെ ഇരുന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചതുകൊണ്ട്, രാവും പകലും നാമം ജപിച്ചതുകൊണ്ട്, വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് നാമം ജപിച്ചിട്ട് 4 മണി മുതൽ കിടന്നുറങ്ങിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കർമ്മം ചെയ്യുക. ആ കർമ്മത്തിന് തെളിമയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ആ കർമ്മം ചെയ്യാനുള്ള നമ്മുടെ വഴി സുഗമമാക്കി തരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത്? നാമം ജപിക്കുന്നത്. അതല്ലാതെ നാമം ജപിച്ചുകൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറിയൊന്നും അടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. യുക്തി കൊണ്ട് ചിന്തിക്കുന്നവനാണ് കൃഷ്ണൻ, അല്ലാതെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവനല്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവനാണ്. ശരിയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവനാണ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത കൃത്യമായി പഠിച്ചിട്ട്
ജോലി ചെയ്യാൻ നമ്മളോട് ആദ്യമായി പറഞ്ഞത്, വെറുതെ ഇരുന്ന് സന്യസിച്ചാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല, ജോലി ചെയ്യൂ എന്ന് ആദ്യമായി നമ്മളോട് പറഞ്ഞത് കൃഷ്ണനാണ് എന്ന് നമ്മളെ വിമർശിക്കാൻ വരുന്നവരോട് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ജോലി ചെയ്യുക. ഹരേ കൃഷ്ണ.